താര, രോഗ, നിൽക്ക്. നിങ്ങൾക്കെന്താണ് ഇത്ര ധൃതി? ഞങ്ങൾ കൂടി വരട്ടെ. പിന്നിൽ രശ്മിയും സച്ചിനും സ്വപ്നയും ശങ്കറുമൊക്കെ വിളിച്ചുകൂവി. വലിയൊരു മലമുകളിലേക്കാണ് 6 അംഗ സുഹൃത്സംഘത്തിൻ്റെ ഇന്നത്തെ യാത്ര. കൂട്ടുകാർ ആവർത്തിച്ച് വിളിച്ചിട്ടും താരയും രോഹനും അത് കേട്ടതായി ഭാവിക്കുകയോ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്തില്ല. മാത്രമല്ല, പരസ്പരം കൈകൾ കോർത്ത് മുട്ടിയൊരുമിയാണ് അവർ നടന്നത്. വലിയ കയറ്റമോ ദുർഘടമായ പാതയോ അവർക്കൊരു പ്രശ്നമായി തോന്നിയില്ല. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. മലമുകളിലെത്തിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി ഈ യുവമിഥുനങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു പകൽ മുഴുവൻ കറങ്ങി നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോരുക എന്നതാണ് കൂട്ടുകാരുടെ പ്ലാൻ. രശ്മിയും സച്ചിനും സ്വപ്നയും ശങ്കറുമാണ് ആദ്യം അതിന് പ്ലാനിട്ടത്. പിന്നീട് കൂട്ടത്തിലേക്ക് താരയെയും രോഹനെയും ചേർക്കുകയായിരുന്നു. രോഹൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമത്ര ഇന്ന്. കാരണം താരയുടെ സ്നേഹമാണ്. അതിനുവേണ്ടി അവൻ എത്ര നാളെ താരയുടെ പിന്നാലെ നടക്കുന്നു. ആദ്യമൊന്നും താരയ്ക്ക് രോഹനെ തീരെ ഇഷ്ടമേ ആയിരുന്നില്ല. വലിയ വീട്ടിലെ പയ്യൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അച്ഛൻ, അതിൻ്റെ എല്ലാ ധാർഷ്ട്യവും ജാടയുമൊക്കെ രോഹൻ്റെ സ്വഭാവത്തിലുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുടെ കൂടെയാണ് രോഹൻ എപ്പോഴും വന്ന് താര കേട്ടിട്ടുണ്ട്. അതിലൊക്കെ താരയ്ക്ക് അവനോട് നല്ല ഈർഷ്യയുണ്ട്. വഷളൻ എന്നവൻ പലവട്ടം മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശ എന്നാണ് രോഹൻ്റെ പക്ഷം. പക്ഷേ ജൂനിയറായ താര കോളേജിലെത്തിയ ശേഷം സീനിയറായ രോഹൻ്റെ നടത്തം താരയ്ക്ക് പിന്നാലെ മാത്രമായി. അവളെ കണ്ടതിന് ശേഷമാണ് രോഹന് ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാമെന്ന് തോന്നി തുടങ്ങിയത്. കൊള്ളാം, ഇവളാണ് പെണ്ണ്, സൗന്ദര്യത്തിൻ്റെ നിറകുടം. രോഹൻ ഈ ഊണിലും ഉറക്കത്തിലുമെല്ലാം താരയെ മാത്രം സ്വപ്നം കണ്ടു. താര ദരിദ്രരായ മാതാപിതാക്കളുടെ മകളാണെന്ന് ആരും പറയില്ല. കോളേജിലെത്തിയാൽ നീ പെൺപിള്ളേരുടെ പുറകെന്ന് മാറത്തില്ലല്ലോടാ, താര രോഹൻ്റെ ചെവിയിൽ ചെറുതായെന്ന് നുള്ളിക്കൊണ്ടാണ് പറഞ്ഞത്. താര, നീ വന്നതിന് ശേഷം നിൻ്റെ പുറകേന്ന് ഞാൻ മാറിയിട്ടില്ല എന്നത് സത്യമാണ്. അതുകൊണ്ടല്ലേ മുട്ടിയിരുമ്മി കൈകൾ കോർത്ത് എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കാൻ പറ്റിയത്. എന്താ പ്ലാൻ? കെട്ടാനാ? കെട്ടാനല്ലാതെ പിന്നെ എന്തിനാ പ്രേമിക്കുന്നത് താര? സത്യമാണോ രോഹൻ? സത്യമായിട്ട് നീ എന്നെ കെട്ടുമോ? നിന്നെ ഞാൻ 10 പ്രാവശ്യം കെട്ടും താര. എന്താ, എന്നെ വിശ്വാസമില്ലാതാണോ നിൻ്റെ ഈ അടുപ്പം? രോഹൻ അത്രയ്ക്ക് സീരിയസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാ പെൺപിള്ളേരോടും കാണിക്കും പോലെ എല്ലാം ഒരു തമാശയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാനും ഒരു നേരം പോക്കായിട്ടാണ് ഇതൊക്കെ കണ്ടത്. താര, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ വലിയൊരു അന്തരമുണ്ട് രോഹൻ. രോഹൻ്റെ അച്ഛൻ ഈ നാട്ടിലെ വലിയ ആളല്ലേ. ഒരുപാട് പ്രതീക്ഷയോടെ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ പാവം അച്ഛനെയും അമ്മയും കണ്ണീരിലാഴ്ത്തിയിട്ട് എനിക്കൊന്നിനും വയ്യ രോഹൻ. താര, നീ എന്നെ വിശ്വസിക്ക്. നിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. രോഹനൊന്ന് തിരിഞ്ഞു നോക്കി. കൂട്ടുകാർ വളരെ പിന്നിലാണ്. അവരിങ്ങെത്തുന്നതിന് മുൻപ് താരയും കൊണ്ട് വേഗം മല കയറി പോകാനായിരുന്നു രോഹൻ്റെ ഉദ്ദേശം. താര, വേഗം മലമുകളിലേക്ക് വേഗമെത്തി. അവരെ നമുക്കൊന്ന് പറ്റിക്കണം. എവിടെയെങ്കിലും വല്ല പാറയിടുക്കിലും കയറി ഒളിച്ചിരിക്കാം. നമ്മളെ കാണാണ്ട് അവർ പേടിക്കും. രോഹൻ തിടുക്കം കൂട്ടി. താര അവനെ അനുസരിച്ചു. ഇരുവരും മലമുകളിലെത്തി. ചുറ്റും മഞ്ഞു മൂടിയ നിരവധി മലമുടികൾ. എന്തൊരു ഭംഗിയല്ലേ താര. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു കൊച്ചു വീടുണ്ടാക്കി ഇവിടെ അങ്ങ് താമസിക്കാം. മഞ്ഞ്, കാട്, മുട്ടക്കുന്നുകൾ, പുൽമേടുകൾ, നീലാകാശം, പക്ഷിമൃഗാദികൾ. എനിക്ക് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല താര. രോഹൻ പെട്ടെന്ന് താരയുടെ കയ്യിൽ പിടിച്ചു. വാ, നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകാം. വേണ്ട രോഹൻ, അവർ കൂടി ഇങ്ങ് വരട്ടെ. അവരിങ്ങെത്തുന്നതിന് മുന്നേ നമുക്ക് ഒളിക്കാം താര. ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസം. താരയും കൂട്ടി രോഹൻ അല്പം ദൂരെയുള്ള പാറക്കെട്ടിൻ്റെ ചെരുവിലേക്ക് പോയി. രശ്മിയും സച്ചിനും സ്വപ്നയും ശങ്കറും ഏറെ പാടുപെട്ടാണ് മലമുകളിലെത്തിയത്. 4 വല്ലാതെ കിതച്ച് അവിടെ തന്നെ ഇരുന്നു പോയി. താര, രോഹൻ മാറി മാറി ഉറക്കെ വിളിച്ച് നോക്കി. മറുപടിയില്ല. അവരിതെവിടെ പോയി? ദൈവമേ, ആനയും കടുവയും ഒക്കെയുള്ള കാടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വപ്നയാണ് വിളിച്ചു കൂവിയത്. താര അതാ. എവിടെ എവിടെ? അല്പം അകലെ ഒരു പാറക്കെട്ടിൻ്റെ മറവിൽ നിന്നും താര നടന്നു കയറി വരുന്നുണ്ടായിരുന്നു. 4 താരയെ കണ്ടെത്തിയ അമ്പരപ്പിൽ അവൾക്കടുത്തേക്ക് ഓടിയെത്തി. താരയുടെ മുടി അഴിഞ്ഞ് ചിതറിയിരുന്നു. ചുരിദാറിൻ്റെ ടോപ്പ് കീറിയിരുന്നു. ഭയമോ നിശ്ചയദാർഢ്യമോ എന്താണ് ആ മുഖത്ത് സ്ഫുരിക്കുന്നത്? ആർക്കും ഒന്നും മനസ്സിലായില്ല. താര, നിനക്കെന്താ പറ്റിയേ? കൂട്ടുകാർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. താര കൂട്ടുകാരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. ഒടുവിൽ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. രോഹൻ എവിടെ? താര പാറക്കെട്ടിൻ്റെ മറുവശത്തേക്ക് കൈ ചൂണ്ടി. നിന്നെ അവനെന്തെങ്കിലും ചെയ്തോ താര? എനിക്കൊന്നും പറ്റില്ലടി. പക്ഷേ അവനവിടെ കാൽ വഴുതി വീണിട്ടുണ്ട്. അപ്പുറത്ത് കൊക്കയിലേക്കാണ് വീണത്.
ഒരു സത്യം ഞാൻ പറയാം. നല്ല ഉദ്ദേശത്തോടെ അല്ല അവൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എതിർത്തു. അപ്പോൾ കാൽ തെന്നി അവൻ കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. ശങ്കറും സച്ചിനും രശ്മിയും സ്വപ്നയും പെട്ടെന്ന് തന്നെ താര ചൂണ്ടിക്കാണിച്ച പാറക്കെട്ടിൻ്റെ മറുഭാഗത്തേക്ക് ഓടി. കൂട്ടുകാർ രോഹനെ തിരഞ്ഞ് പരിഭ്രാന്തിയോടെ ഓടിപ്പോകുന്നത് നോക്കി താര നിശ്ചലം നിന്നു, നിർവികാരിയായി. ശങ്കറും സച്ചിനും സ്വപ്നയും രശ്മിയും രോഹൻ വീണുപോയ സ്ഥലത്തെത്തി നടുങ്ങി നിന്നു. രോഹനെ തിരഞ്ഞ അവർ അവിടെ കണ്ടത് പാറക്കെട്ടിൻ്റെ മറുഭാഗത്തെ ശൂന്യത മാത്രമായിരുന്നു.